ഈ ഒരു റിപ്പോർട്ടിനെ പറ്റി പഠിക്കാൻ ഒരു ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുന്നു അല്ലെങ്കിൽ അതിനെ ഫോം ചെയ്യുന്നു. അതുപ്രകാരം 2013 കസ്തൂരി രംഗൻ ചെയർ ആയിട്ടുള്ള കസ്തൂരി രംഗൻ റിപ്പോർട്ട് വരുന്നു, വിച്ച് ഇസ് ആക്ച്വലി ഡയല്യൂട്ടഡ്. ഇതിന്റെ ഗുണങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഈ പറയുന്ന കണക്ക് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടുകൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. മുല്ലപ്പെരിയാറിനെ പറ്റിയും ഗാഡ്ഗിൽ കമ്മിറ്റിയെ പറ്റിയുമുള്ള ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ സജീവമായിക്കൊണ്ടിരിക്കുന്നു. മുല്ലപ്പെരിയാറിന് ഈ അടുത്ത് തന്നെ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമോ? നമ്മളിപ്പം ഓരോ ദുരന്തങ്ങളായിട്ട് അനുഭവിച്ചു തീർക്കുമ്പം അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ നടന്നതെന്നും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഡിസാസ്റ്ററിന്റെ മുഖത്ത് റെസ്പോൺസും റിക്കവറിയുമാണ് വലുത്. മുല്ലപ്പെരിയാറിനെ പറ്റിയും ഗാഡ്ഗിൽ കമ്മിറ്റിയെ പറ്റിയുമുള്ള ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഏറെ സജീവമായിക്കൊണ്ടിരിക്കുന്നു. മുല്ലപ്പെരിയാറിന് ഈ അടുത്ത് തന്നെ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമോ? ഗാഡ്ഗിൽ റിപ്പോർട്ട് ഫോളോ ചെയ്തിരുന്നുവെങ്കിൽ വന്നു ചേർന്ന പല അനാപത്തുകളെയും നമുക്ക് തടുക്കാൻ പറ്റുമായിരുന്നുവോ? ഒരുപാട് ചോദ്യങ്ങളുമായി ഇന്നത്തെ ക്ലാസ് ഇവിടെ ആരംഭിക്കുന്നു. ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എത്രയും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ, നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ സമയം തൊട്ട് ഡിസ്ക്രിപ്റ്റീവിന് വലിയ ഊന്നൽ കൊടുത്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഒരുപാട് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വിമൻ എംപവർമെന്റ് തുടങ്ങി, അതുപോലെ തന്നെ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ടോപ്പിക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ലൈക്ക് വൈസ് ഇക്വാലിറ്റി, ദെൻ പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും ഒക്കെ ചോദിക്കാവുന്ന സാധ്യതാ ചോദ്യങ്ങൾ ഒരുപാട് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നു. നിങ്ങൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, മെന്ററിന് അയച്ചു കൊടുക്കുന്നുണ്ട്, അതൊക്കെ കറക്റ്റ് ചെയ്ത് വാങ്ങുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. സോ ആ ഒരു പ്രോഗ്രസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ അടുത്ത് കുറച്ച് ടോപ്പിക്കുകൾ, അതായത് എപ്പോഴും നിങ്ങൾക്കറിയാം 2022 ക്വസ്റ്റ്യൻ പേപ്പർ നിറഞ്ഞു നിന്നത് കൊറോണ എന്ന വിഷയമായിരുന്നു. സോ റീസെന്റ് ആയിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് വരാറുണ്ട്. പിന്നീട് അതിനൊരു ഹിസ്റ്ററിക്കൽ സിഗ്നിഫിക്കൻസ് കൂടെ ഉണ്ട് എങ്കിൽ അത് ചോദിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ ഗാഡ്ഗിൽ റിപ്പോർട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അതുമാത്രമല്ല, എൻവയോൺമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏത് എസ്സേ വന്നാലും, കേരള എൻവയോൺമെന്റുമായിട്ട് വന്ന് റിലേറ്റ് ചെയ്ത് ഏത് എസ്സേ വന്നാലും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ അങ്ങോട്ട് പോകുമ്പോൾ ഈ മുല്ലപ്പെരിയാർ ഡാമിന് റിലേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു കോംപ്രിഹെൻസീവ് ആയിട്ട് ആ എസ്സേ എഴുതാൻ പറ്റും. കുറച്ചുകൂടി നിങ്ങളുടെ എസ്സേ ഒതന്റിക് ആയിട്ട് അപ്പിയർ ചെയ്യുകയും ചെയ്യും. സോ വി ക്യാൻ സ്റ്റാർട്ട്. ഗാഡ്ഗിൽ റിപ്പോർട്ട് നോക്കിയേ, 2 റിപ്പോർട്ടുകളാണ് ഏറെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഒന്ന് ഗാഡ്ഗിൽ റിപ്പോർട്ടും രണ്ടാമത്തത് അതിന്റെ സ്റ്റഡി ആയിട്ടുള്ള കസ്തൂരി രംഗൻ റിപ്പോർട്ടുമാണ്. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നൊരു റിപ്പോർട്ടാണ്. പക്ഷെ അത് ഈ പറയുന്നത് പോലെ ആദ്യം ഈ റിപ്പോർട്ട് പോലും പൂർണ്ണമായിട്ട് നമുക്ക് അവൈലബിൾ ആയില്ല. പലപ്പോഴും ഇത് മറച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ ഒരു കംപ്ലീറ്റ് കോപ്പി നമുക്ക് അവൈലബിൾ ആകാത്ത ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് പല വിവരാവകാശ നിയമങ്ങളും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്താണ് ഈ ഒരു കംപ്ലീറ്റ് കോപ്പി പോലും നമുക്ക് അവൈലബിൾ ആയത്. പക്ഷേ ബിക്കോസ് ഇതിന്റെ പിന്നിൽ എപ്പോഴും ഒരു ലോബി ഉണ്ട്. നമുക്കറിയാം, ഈ പറയുന്ന ഗാഡ്ഗിൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത് വന്ന സമയം തൊട്ടേ ആൾക്കാരെ ഇത്തരത്തിലുള്ള ലോബികൾ എന്ത് ചെയ്തു? തെറ്റിദ്ധരിപ്പിച്ചു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് വീട് വിട്ടിറങ്ങേണ്ടി വരും, നിങ്ങളുടെ വസ്തു നിങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല, ക്രയവിക്രയം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല, അതല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് ശരിക്കും നിങ്ങളുടെ ലൈവ്ലിഹുഡിനെയും അതുപോലെ തന്നെ ഫാമിങ്ങിനെയും ഒക്കെ ബാധിക്കുന്ന കാര്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ചില ലോബികൾ, അതാരാന്നൊക്കെ നമുക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. സോ കുറച്ച് ഈ പറയുന്ന പവർ എക്സേർട്ട് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവര് ആൾക്കാരെ പറഞ്ഞു പറ്റിക്കുകയും തൽഫലമായിട്ട് സാധാരണക്കാര് ഈ ഗാഡ്ഗിൽ റിപ്പോർട്ടിന് ഓപ്പോസിറ്റ് ആയിട്ട് വരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കാൻ പറ്റിയില്ല. കേരളം മാത്രമല്ല, ഈ വെസ്റ്റേൺ ഗട്ട്സ് ഉള്ള 6 സംസ്ഥാനങ്ങളും ഇതിനെ പ്രോത്സാഹിപ്പിച്ചില്ല എന്നുള്ളതാണ് സത്യം. ദെൻ ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടി രണ്ടാമത് ചുമതലപ്പെടുത്തിയ ഒരു കമ്മിറ്റിയാണ് കസ്തൂരി രംഗൻ കമ്മിറ്റി. ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ ഡയല്യൂട്ട് ചെയ്ത ഒരു റിപ്പോർട്ട് കൂടിയാണ് കസ്തൂരി രംഗൻ റിപ്പോർട്ട് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഈ 2 റിപ്പോർട്ടുകളെ പറ്റിയും കൃത്യമായിട്ടൊരു അവബോധം ഉണ്ടായിരിക്കുന്നത് നന്നായിരിക്കും. ഗാഡ്ഗിൽ റിപ്പോർട്ട് ആസ് സച്ച് നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻ വരാവുന്ന ഒരു ടോപ്പിക് കൂടിയാണ്. പക്ഷെ ഇത് രണ്ടും കൂടി റിലേറ്റ് ചെയ്ത് എഴുതുമ്പോഴായിരിക്കും നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റുക. ഇനി ആസ് സച്ച് വന്നില്ലെങ്കിൽ പോലും ഈ ഡിസാസ്റ്റേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ചേഞ്ചിങ് ക്ലൈമറ്റും എൻവയോൺമെന്റും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഏത് ടോപ്പിക്കിലും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന വളരെ സമഗ്രമായ പഠനം നടന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടിയാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് ഓർത്തിരിക്കാം. സോ അതിന്റെ ഡീറ്റെയിൽസിലോട്ടും കാര്യങ്ങളിലോട്ടും നമുക്ക് പോവാം.
നോക്കിയേ, അതിനു മുൻപ് എന്താണ് നമ്മുടെ 1986 എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ ഗുണങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഈ പറയുന്ന കണക്ക് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്, അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആക്ടുകൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു നാഴികക്കല്ലാണ് 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട്. ഇത് പ്രകാരം കുറെ, അതായത് പ്രകൃതിയെ നമ്മൾ ഈ സംരക്ഷിക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ പ്രകൃതിയെ തരംതിരിച്ച്, അതായത് കുറച്ച് സ്ഥലങ്ങളിൽ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ വേണം, അതിനെപ്പറ്റിയും ഒക്കെ ഈ ഒരു എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് സംസാരിക്കുന്നുണ്ട്. സോ ആ ഒരു പ്രിമൈസസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ദെൻ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ഏരിയ ആണ് എന്താണ് എക്കോ സെൻസിറ്റീവ് സോൺസ് എന്ന് പറയുന്നത്. എന്താണ് എക്കോ സെൻസിറ്റീവ് സോൺസ്? എക്കോ സെൻസിറ്റീവ് സോൺസ് എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, അതാണ് MOEFCC എന്ന് പറയുന്നത്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ത് ചെയ്തു? കുറച്ച് ഏരിയാസിനെ എക്കോ സെൻസിറ്റീവ് സോൺസുകളായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ സോൺസുകൾ എന്ന് പറയുന്നത് പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആണ്, നമ്മൾ അവയെ സംരക്ഷിക്കുന്ന ഏരിയാസ് ആണ്. അതിൽ നാഷണൽ പാർക്കുകളും അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസും ഒക്കെ വരുന്ന ഏരിയ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഒരുപാട് കുത്തനെ ചരിഞ്ഞ സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മണ്ണ് ഒലിച്ചു പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ, വേലിയേറ്റവും വേലിയിറക്കവും വരുന്ന സ്ഥലങ്ങൾ, അതുപോലെ തന്നെ മാർഷിയായിട്ടുള്ള ചതുപ്പ് നിലങ്ങൾ, പ്രൊട്ടക്റ്റഡ് ഏരിയാസ് എല്ലാം ഇതിന്റെ പരിധിയിൽ വരും. അപ്പൊ നമ്മുടെ കുറച്ച് സ്ഥലങ്ങൾ വൾണറബിൾ ആണ് എന്നുള്ള കാര്യം ഇവിടങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവും. ഈ ഏരിയാസിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവും നമ്മുടെ എൻവയോൺമെന്റിന്റെ കുറച്ച് സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വൾണറബിൾ ആണ്. അപ്പം അവിടെ താമസിക്കുന്നതിനും അതുപോലെ തന്നെ അവിടെ നമുക്ക് കൺസ്ട്രക്ഷൻസ് നടത്തുന്നതിനും അവിടെ നമുക്ക് മൈനിങ്സ് നടത്തുന്നതിനും ഒക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ ആപത്തിലേക്ക് ആ സ്ഥലങ്ങൾ മാറാം എന്നുള്ള ഒരു ഹിന്റ് ആദ്യമേ മനസ്സിലാക്കണം. 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഓർമ്മിക്കാം, എക്കോ സെൻസിറ്റീവ് സോൺസ് എന്തൊക്കെയാണ് എന്നും ഓർത്തിരിക്കാം. മൂവിങ് ഫോർവേഡ്, ഇനി ഗാഡ്ഗിൽ റിപ്പോർട്ട് വെസ്റ്റേൺ ഗട്ട്സിനെ പറ്റിയുള്ള ഒരു പഠനമാണ് എന്ന് നമുക്കറിയാം. ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സിനെ, അപ്പം നമ്മൾ ആ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഈ ഒരു വെസ്റ്റേൺ റീജിയനിൽ വരുന്ന ഒരു സ്ഥലമാണ് എന്തെന്ന് പറയുന്നത്, വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയുടെ മാപ്പ് നമ്മൾ എടുത്താൽ ഈ ഒരു ഏരിയയിൽ, അതായത് നമ്മുടെ ആ ഒരു ഗുജറാത്ത് തൊട്ട് കേരളം വരെ വരുന്ന, എന്നാൽ തമിഴ്നാടുമായിട്ട് കുറച്ച് പോർഷൻസ് വരുന്ന ഒരു ഏരിയ ആണ് നമ്മൾ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. അവിടെ തന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് കേരളത്തിന്റെ എവിടാണ്, ഈസ്റ്റ് ആണ് എന്നുകൂടെ ഓർത്തിരിക്കാം. അതായത് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഈ പറയുന്ന കണക്കത്തുള്ള ഇത്രയും ഭാഗത്ത് വരുന്ന അല്ലെങ്കിൽ ഇവിടങ്ങളിൽ വരുന്ന സ്ഥലമാണ് വെസ്റ്റേൺ ഗട്ട്സ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് റിലേറ്റീവ് ടു കേരളയെ സംബന്ധിച്ച് കേരളത്തിന്റെ ആ ഒരു ഈസ്റ്റേൺ റീജിയനിൽ വരുന്നതാണ് ആരെന്ന് പറയുന്നത്, വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാപ്പിന്റെ ഇവിടമാണ് വെസ്റ്റേൺ ഗട്ട്സ് ആയിട്ട് വരുന്നത്, ആ ഒരു പോർഷനാണ് വെസ്റ്റേൺ ഗട്ട്സ് ആയിട്ട് വരുന്നതെന്ന് കൂടി ഓർത്തിരിക്കാം. ഇനി വെസ്റ്റേൺ ഗട്ട്സിനെ നമ്മൾ എന്തെന്നും പറയുന്നുണ്ട്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗുജറാത്ത് മുതൽ കേരളം, തമിഴ്നാട് ഒക്കെ ബോർഡർ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്ര സ്റ്റേറ്റ്സിനും, ഈ 6 സ്റ്റേറ്റ്സും കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് വെസ്റ്റേൺ ഗട്ട്സ്. ഗാഡ്ഗിൽ റിപ്പോർട്ട് ഇതിൽ ഒരു സംസ്ഥാനവും നടപ്പിലാക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പക്ഷേ നമ്മൾ നോക്കുമ്പം അതിനെ കംപ്ലീറ്റ് ആയിട്ട് നെഗ്ലക്റ്റ് ചെയ്യാത്ത സംസ്ഥാനങ്ങളുണ്ട്. ഇപ്പം തമിഴ്നാടിൻ്റെ കേസ് എടുത്താൽ തമിഴ്നാട്ടിൽ ഈ പറയുന്ന നീലഗിരി കുന്നുകളൊക്കെ ഈ ഒരു പോർഷനിൽ വരുന്നതാണ്. അവിടെ JCB കൊണ്ടുള്ള എല്ലാ വർക്ക്സും ഒക്കെ നിരോധിച്ചിട്ടുണ്ട്. അപ്പം ചെറുതായിട്ടെങ്കിലും ഒന്ന് കൺസർവ് ചെയ്ത് അതിനെ ഒന്ന് ഈ കൺസിഡർ ചെയ്ത സ്റ്റേറ്റ്സും ഉണ്ട്, തീരെ ശ്രദ്ധിക്കാത്ത സ്റ്റേറ്റ്സും ഉണ്ട് എന്ന് ഓർത്തിരിക്കാം. ദെൻ വെസ്റ്റേൺ ഗട്ട്സിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സഹ്യാദ്രി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ പെനിൻസുലയുടെ എത്ര നോക്കിയേ, ആക്ച്വലി 1,60,000 കിലോമീറ്റർ സ്ക്വയർ ഭാഗങ്ങളാണ് ഇത് എന്ത് ചെയ്യുന്നത്, കവർ ചെയ്യുന്നത്. അത്രയും ഏരിയ കവർ ചെയ്യുന്നതാണ്. ലെങ്ത് എത്ര ആണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് പറയും. ഇത്രയും ഏരിയ 1,60,000 കിലോമീറ്റർ സ്ക്വയർ ഏരിയ ആണ് ഇത് കവർ ചെയ്യുന്നത്. ലെങ്ത് എത്ര ആണെന്ന് നമ്മൾ പോകെ കാണും. അതുപോലെ തന്നെ കവർ ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്, ഗുജറാത്ത്, നമ്മൾ വരച്ചപ്പോഴേ പറഞ്ഞതാണ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള ആൻഡ് തമിഴ്നാട്.
സോ 1, 2, 3, 4, 5, 6 സ്റ്റേറ്റ്സിലാണ് ആര് കവർ ചെയ്യുന്നത്? വെസ്റ്റേൺ ഗട്ട്സ് കവർ ചെയ്യുന്നത്. സോ വെസ്റ്റേൺ ഗട്ട്സ് ഈസ് ഓൾസോ നോൺ എസ് സഹ്യാദ്രി. 1,60,000 കിലോമീറ്റർ സ്ക്വയർ ആണ്. നമ്മൾ അത്രയും ഏരിയ ആണ് ഇത് കവർ ചെയ്യുന്നത്. കിലോമീറ്റർ സ്ക്വയർ വരുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും ഏരിയ ആണ് അത് കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള ആൻഡ് തമിഴ്നാട്, ഇത്രയുള്ള 6 സംസ്ഥാനങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ട് ആര്? വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ വെസ്റ്റേൺ ഗട്ട്സ് മീറ്റ് വിത്ത് ദ ഈസ്റ്റേൺ ഗട്ട്സ് അറ്റ് നീൽഗിരി ബിഫോർ കണ്ടിന്യൂയിങ് സൗത്ത്. സൗത്തിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നീൽഗിരി, ആ ഒരു നീലഗിരി ഭാഗമായിട്ട് ഇത് മീറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും നമ്മൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരും എക്സ്പെക്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒന്നുകൂടിയാണ് ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. മൂവിങ് ഫോർവേഡ്, എന്തൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ്? വെസ്റ്റേൺ ഗട്ട്സിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റി എന്താണ്? അതിൽ നിങ്ങൾ ഏറ്റവും ഓർക്കേണ്ട കാര്യം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ടുകളാണ്. ലോകത്തിൽ തന്നെ ഹോട്ടസ്റ്റ് ഓഫ് ഹോട്ട്, ഏറ്റവും ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ബയോഡൈവേഴ്സിറ്റി അത്രമാത്രം. നമ്മൾ ഈ നീലഗിരി, താർ, അതുപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എൻഡേഞ്ചേർഡ് ആവുന്ന അനിമൽസിന്റെ വാസസ്ഥലം കൂടിയാണ് ഏതെന്ന് പറയുന്നത്? വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ബയോഡൈവേഴ്സിറ്റി പ്രകാരം ലോകത്ത് തന്നെ കൺസർവ് ചെയ്യണം എന്ന് പറയുന്ന ഹോട്ടസ്റ്റ് ഓഫ് ഹോട്ട് ആയിട്ടുള്ള പ്ലേസുകളിൽ ഒന്നാണ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്. 325 ഗ്ലോബലി ത്രെറ്റൻഡ് സ്പീഷീസ്. അപ്പം 325ഓളം വംശനാശം നേരിടാൻ സാധ്യതയുള്ള സ്പീഷീസുകളെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ എക്കോളജി പ്രകാരമായിട്ട് അത് വളരെ സെൻസിറ്റീവ് ആണെന്ന് ഓർക്കാം. അതുപോലെ തന്നെ 2012 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് പ്രഖ്യാപിച്ച ഒരു സ്ഥലം കൂടിയാണ് ഏത്? വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. ഇത്രയും നമുക്ക് ഓർത്തിരിക്കാം. ഇനി എന്തൊക്കെയാണ് വെസ്റ്റേൺ ഗട്ട്സ് നമുക്ക് ചെയ്തു തരുന്ന ഫെസിലിറ്റീസ്, നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ്? ഒന്ന്, നമ്മുടെ ക്ലൈമറ്റിനെ കൺട്രോൾ ചെയ്യുന്ന വലിയൊരു ഫാക്ടറാണ്. കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി ആക്കിയത് ക്ലൈമറ്റ് വൈസ് ആരാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് നോ ഡൗട്ട് വെസ്റ്റേൺ ഗട്ട്സ്. ബിക്കോസ് ഇത്ര സ്ട്രോങ് ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറഞ്ഞാലും കേരളത്തിനെ സംബന്ധിച്ച്, ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്, കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഈസ്റ്റേൺ റീജിയണിലാണ്, കേരളത്തിന്റെ ഒരു ഈസ്റ്റേൺ റീജിയനിലാണ്. അപ്പം നമ്മൾ ഇവിടെ ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈസ്റ്റേൺ റീജിയനിലാണ് ആരിയ്ക്കുന്നത്? ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മൺസൂൺ തരുന്നതിൽ, നമുക്ക് ഇത്ര കൃത്യമായിട്ട് മഴ തരുന്നതിൽ വലിയ പ്രാധാന്യം വഹിക്കുന്ന ഒരാൾ കൂടിയാണ് വെസ്റ്റേൺ ഗട്ട്സ്. അതുമാത്രമല്ല തമിഴ്നാട്ടിലെ വലിയ ഈ പറയുന്ന വരൾച്ചയിൽ നിന്ന് കേരളത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഗട്ട്സ് ഈസ് ആക്ച്വലി എന്ത് ചെയ്യുകയാണ്? ആ ഒരു ഡ്രോട്ടിനെ അവിടെ വെച്ച് തടഞ്ഞിട്ട് നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള റെയിൻ തരുന്നുണ്ട്. അതുകൂടി ഓർത്തിരിക്കാം. സോ ക്ലൈമറ്റ് കൺട്രോൾ, അത് മാത്രമല്ല നമ്മുടെ ഹ്യൂമിഡിറ്റി ആയിക്കോട്ടെ, നമ്മുടെ ഇവിടുത്തെ ലിവിങ് ക്ലൈമറ്റ് ആയിക്കോട്ടെ, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് വെസ്റ്റേൺ ഗട്ട്സ്. സോ ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്, നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള മൺസൂൺ എൻഷുർ ചെയ്യുന്ന ഒരാളാണ്. തമിഴ്നാട്ടിലെ ആ ഒരു ഡ്രോട്ടിനെ നമ്മളിലോട്ട് എത്തിക്കുന്നത് തടയുന്ന ഒരാളാണ്. അതുമാത്രമാണോ? നിങ്ങൾക്കറിയാം ഒരുപാട് ഗോത്ര വിഭാഗങ്ങളൊക്കെ ജീവിക്കുന്ന ആ മലയോര പ്രദേശത്തെ പറ്റി നമുക്കറിയാം. സോ ഭയങ്കര എത്നിസിറ്റി ഫോർ എസ്പെഷ്യലി ഹൈക്കോർട്ട് അസിസ്റ്റന്റ് ഉദ്യോഗാർത്ഥികൾ എഴുതേണ്ട ഒരു പോയിന്റ് ആണ്. ഒരുപാട് എത്നിസിറ്റി, ഒരുപാട് ട്രൈബൽ കൾച്ചേഴ്സിനെ പ്രിഫർ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് ഓർത്തിരിക്കാം. അതുപോലെ തന്നെ ഒരുപാട് റിവേഴ്സിന്റെ, കേരളത്തിന്റെ നമ്മൾ ഈ പറയുന്ന ഇത്രയും റിവേഴ്സ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഒരുപാട് റിവേഴ്സ് അതിന്റെ ഒറിജിൻ എടുത്തിരിക്കുന്ന ഒരു പ്ലേസ് കൂടിയാണെന്ന് ഓർക്കാം. ദെൻ there are so many ecological സിഗ്നിഫിക്കൻസ്, നമുക്ക് ഒരുപാട് പറയാനുണ്ട്, ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസുകളുണ്ട്. അതുപോലെ തന്നെ ഹിസ്റ്ററി, ഇപ്പം നമുക്കറിയാം മറ്റ് ഏത് സംസ്ഥാനങ്ങളെയും പോലെയല്ല നമ്മൾ അത്യാവശ്യം കേരളത്തിലുള്ളവർ വലിയ യുദ്ധങ്ങളിലൊന്നും പെടാതെ അത്യാവശ്യം സേഫായിട്ട് ജീവിച്ചവരാണ്. അതിൻ്റെ ഒരു കാരണം ഈ മലനിരകളാണ്. ദേ ആക്ച്വലി ആക്റ്റഡ് എസ് എ ബാരിയർ. നമ്മളിലേക്ക് എത്താൻ പല ശക്തികൾക്കും ഒരു തടസ്സമായിട്ട് നിന്ന് നമ്മളെ ഒരു സേഫ് സോണിൽ എത്തിച്ച ആളാണ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. സോ there are so many historical significance that are associated with this place also. സോ അത്രയും കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. ക്ലൈമറ്റ് കൺട്രോൾ ഉണ്ട്, മൺസൂണെ എന്ത് ചെയ്യുന്നുണ്ട്? എൻഷുർ ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ആ ഒരു ഡ്രോട്ട് നമ്മളിലോട്ട് വരാതെ സൂക്ഷിക്കുന്നുണ്ട്. നമ്മുടെ ട്രൈബൽ കൾച്ചറിനെയൊക്കെ പ്രിസർവ് ചെയ്യുന്ന ഇടമാണ്. ഒരുപാട് റിവേഴ്സിൻ്റെ ഒറിജിനാണ്. ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്തുണ്ട്? ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസുകളും ഉള്ള ഒരു സ്ഥലമാണ് വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. ദെൻ എടുത്തു പറഞ്ഞ കാര്യമാണ് വൺ ഓഫ് ദി 8 ഹോട്ടസ്റ്റ് ഓഫ് ഹോട്ട്സ്.
ഇക്കോളജിക്കൽ സ്പോട്ടാണ്. ആൻഡ് നമ്മുടെ ആ ഒരു വെസ്റ്റേൺ ആൻഡ് ഈസ്റ്റേൺ എന്ന് പറയുന്ന ഈ ഒരു ക്ലാസിഫിക്കേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കാര്യം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ പലയിടത്തും ഇത് തമ്മിൽ മാറുന്നുണ്ട്. ഇന്ത്യക്ക് വെസ്റ്റും നമുക്ക് ഈസ്റ്റുമാണ് നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. മൂവിങ് ഫോർവേഡ്, ഇനി ഈ വെസ്റ്റേൺ ഗട്ട്സ് ഉള്ള സ്ഥലങ്ങളെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതുണ്ടോ? അവയിൽ ഈ പറയുന്ന കണക്ക് കൺസ്ട്രക്ഷൻസ് നടത്തുന്നത് ഓക്കെ ആണോ? ഇനി അതൊന്നുമല്ല, ഈ അവിടെ നമ്മൾ ഏത് തരത്തിലുള്ള ഒരു ലൈവ്ലിഹുഡ്, അതുപോലെ തന്നെ ഏത് ടൈപ്പ് ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ നടത്തണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളെയും പറ്റി പഠിക്കാൻ നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത്. മാധവ് ഗാഡ്ഗിലിന്റെ കമ്മിറ്റിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ, ഈ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ഇത് എന്ത് ചെയ്തില്ല, കംപ്ലീറ്റ് ആയിട്ട് പുറം ലോകത്തിന് തന്നില്ല. നമ്മൾ പല വിവരാവകാശ നിയമങ്ങളിൽ കൂടിയൊക്കെയാണ് ഇത് നേടിയെടുക്കുന്നത്. സോ സംഭവിച്ചത് ഇതാണ്, പല മൈനിങ് ലോബീസും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള വലിയ വലിയ ക്യാപിറ്റലിസ്റ്റുകാരും എന്ത് ചെയ്തു, ഇതിനെ എതിർത്തു. ബിക്കോസ് അവരെ സംബന്ധിച്ച് അവർ പ്രകൃതിയെ ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. സോ അത് തിരിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഗാഡ്ഗിൽ റിപ്പോർട്ടിലോട്ട് സീരിയസ് ആയിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും 3 സ്പോട്ടുകളായിട്ട് ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 1, ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ 2, 3 എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ 2ലും നിർബന്ധിതമായിട്ടും ഇനി അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും മൈനിങ് ഉൾപ്പെടെയുള്ളവ 5 വർഷത്തിനകത്ത് വെച്ച് നിർത്തണം എന്നാണ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൻ്റെ പ്രശ്നം അത് അവരെ ഭീകരമായിട്ട് ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, സാധാരണ ആൾക്കാരിലോട്ട് വ്യാജ പ്രചരണങ്ങൾ പടച്ചുവിടുകയാണ് ചെയ്തത്. നിങ്ങൾക്കറിയാം, നമ്മുടെ മലയോര പ്രദേശത്തെ ഈ പറയുന്ന ഒരുപാട് പ്രായമുള്ളവരൊന്നും അത്ര വിദ്യാഭ്യാസം ഉള്ളവരല്ല. ഇപ്പോഴത്തെ കണ്ടീഷനല്ല ഞാൻ പറയുന്നത്. അന്ന് ഈ പറയുന്ന കണക്ക് വേറെ നമ്മുടെ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റാതെ കാടുകളിലേക്ക് അവിടെ ജോലി ചെയ്ത് ജീവിക്കാമെന്ന് പറഞ്ഞ് സ്ട്രഗിൾ ചെയ്ത് മാറിയവരാണ്. സോ അവരിൽ പെട്ടെന്നൊരു ഭീതി പരത്തി. അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തു വയ്ക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് അവിടെ കൃഷി ചെയ്യാൻ പറ്റത്തില്ല, ഇതൊരു സംരക്ഷിത മേഖലയായിട്ട് മാറും, അതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവരെ പേടിപ്പിക്കുകയും അവരുൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലും വ്യാപകമായ സമരങ്ങൾ നടന്നു. ഗാഡ്ഗിൽ കമ്മിറ്റി നടപ്പാക്കാതെ വന്നു. ഗാഡ്ഗിൽ കമ്മിറ്റിയെ പറ്റി പഠിക്കാൻ ആര് വന്നു? കസ്തൂരി രംഗൻ കമ്മിറ്റി വന്നു, വിച്ച് വാസ് ഡൈല്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അത് വന്നതും ഒക്കെ. സോ അത്തരത്തിലാണ് ഇതിൻ്റെ ഒരു പ്രോഗ്രസ് പോയത്. പക്ഷേ ആക്ച്വലി നമ്മുടെ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, 522 പേജുള്ള ഈ റിപ്പോർട്ട് എല്ലാ സർക്കാരുകളും അതത് ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യണം, അതിനൊന്ന് സമ്മറൈസ് ചെയ്യണം. ആ റിപ്പോർട്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് സമ്മറൈസ് ചെയ്യണം. സമ്മറൈസ് ചെയ്തിട്ട് സാധാരണക്കാരിലേക്ക് എത്തിക്കണം, അവരുമായിട്ട് ചർച്ചകൾ നടത്തണം. എന്നിട്ട് വേണം എന്ത് നിങ്ങൾക്ക് ഡിസിഷൻ, ദിസ് ഈസ് ഓൺലി റെക്കമെൻഡേഷൻസ്, എന്ത് ഡിസിഷനാണ് നിങ്ങൾ എടുക്കേണ്ടതെന്ന് തീരുമാനിക്കാൻ. പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. മാത്രമല്ല ഇതിനെതിരെ വ്യാജ പ്രചരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടതെന്താ, ഒരു പ്രളയവും മഹാപ്രളയവും വന്നപ്പം നമ്മൾ കണ്ടത് 14 വലിയ പ്രളയം നടന്ന 14 സ്ഥലത്ത്, നമ്മുടെ കേരളത്തിലെ 14 സ്ഥലങ്ങളിൽ 11 മാധവ് ഗാഡ്ഗിൽ സൂചിപ്പിച്ച സ്ഥലങ്ങളായിരുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിരുന്ന സ്ഥലങ്ങളാണ് ആ 14ൽ 11 എന്ന് പറഞ്ഞത്. സോ നമ്മളിപ്പം ഓരോ ദുരന്തങ്ങളായിട്ട് അനുഭവിച്ച് തീർക്കുമ്പം അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ തന്നെയാണ് ഈ പ്രശ്നങ്ങൾ നടന്നതെന്നും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പം ഡിസാസ്റ്ററിൻ്റെ മുഖത്ത് റെസ്പോൺസും റിക്കവറിയുമാണ് വലുത്, തമ്മിൽ പഴിചാരലല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ എന്താണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സോ ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത് എന്തിനാണ് ഫോം ചെയ്തത്? ദ ഗാഡ്ഗിൽ കമ്മിറ്റി വാസ് സെറ്റപ്പ് ടു അസസ് ചെയ്യാനാണ് നമ്മൾ അതിന് സെറ്റപ്പ് ചെയ്തത്. അസസ് ദ കണ്ടീഷൻ ഓഫ് ദ വെസ്റ്റേൺ ഗട്ട്സ് ഇക്കോളജി, വെസ്റ്റേൺ ഗട്ട്സിന്റെ ഇക്കോളജിയെ പറ്റി പഠിക്കാനാണ് നമ്മളത് സ്ഥാപിച്ചത്. ആൻഡ് ഡെമോക്രാറ്റ് ദ ഏരിയാസ് ടു നോട്ടിഫൈ ദം ആസ് ഇക്കോ സെൻസിറ്റീവ് സോൺസ്. അപ്പോൾ വെസ്റ്റേൺ ഗട്ട്സിൽ എവിടേക്കാണ് ഇക്കോ സെൻസിറ്റീവ് സോൺസ് എന്ന് നമ്മൾ തിരിച്ചറിയണം, അതിനെ നമ്മൾ വേറെ മാറ്റി വെക്കണം. അതിനും അതുപോലെ തന്നെ വെസ്റ്റേൺ ഗട്ട്സിന്റെ നിലവിലെ ഇക്കോളജിയെ പറ്റിയും പഠിക്കാനായിട്ട് അസസ് ചെയ്ത ഒരു കമ്മിറ്റിയാണ് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി എന്ന് പറയുന്നത്. ആരാണ് ഇതിനെ അസസ് ചെയ്തത് നോക്കി, അല്ലെങ്കിൽ ആരാണ് ഇവരെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്? ദ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരമാണ് ഇവർ ഇതിലോട്ട് വരുന്നതെന്ന് ഓർത്തിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ 1,60,000 കിലോമീറ്റർ സ്ക്വയർ ഏരിയാസിനെയാണ് ഇത് കവർ ചെയ്യുന്നത്. അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1600 കിലോമീറ്റർ ഏരിയ ആണ്. അത്രയും ഏരിയയിലാണ് ഇത് വ്യാപിച്ച് കിടക്കുന്നത്. പക്ഷേ ഇത് ടോട്ടൽ കവർ ചെയ്യുന്ന ആ ഒരു നമ്മൾ കിലോമീറ്റർ സ്ക്വയറിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ആ കംപ്ലീറ്റ് കവർ ചെയ്യുന്നതാണ് അത്രയും സ്ഥലം. ടോട്ടൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1600 കിലോമീറ്റർ ഏരിയ ആണ്. ഇനി
മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി വാസ് ഫോംഡ് ബൈ ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആണ് ഈ ഒരു കമ്മിറ്റി എന്ത് ചെയ്തത്, ഫോം ചെയ്തതെന്ന് നമുക്ക് ഓർത്തിരിക്കാം. മൂവിങ് ഫോർവേഡ്, വെസ്റ്റേൺ ഗട്ട്സ് ഇക്കോളജി എക്സ്പേർട്സ് പാനൽ, അതിനെയാണ് നമ്മൾ WGEEP എന്ന് പറയുന്നത്. വെസ്റ്റേൺ ഗട്ട്സിന്റെ ഇക്കോളജിയെ പറ്റി പഠിക്കുന്ന എക്സ്പേർട്ട് പാനലാണ്. പക്ഷേ മാധവ് ഗാഡ്ഗിൽ ഐഡന്റിഫൈ ചെയ്തത് എൻറ്റയർ റേഞ്ച് ഓഫ് വെസ്റ്റേൺ ഗട്ട്സും എന്ത് തന്നെ, ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ തന്നെ. ഗാഡ്ഗിൽ കമ്മിറ്റിയോട് പഠിക്കാൻ പറഞ്ഞത് അവിടുത്തെ ആ ഒരു ഇക്കോളജി സെൻസിറ്റീവ് ഏരിയാസ് അഡ്രസ്സ് ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാനുമാണ്. അദ്ദേഹം പക്ഷേ കംപ്ലീറ്റ് വെസ്റ്റേൺ ഗട്ട്സും എന്തായിട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്തു, ഇക്കോ സെൻസിറ്റീവ് സോണായിട്ട് ഐഡന്റിഫൈ ചെയ്തു. പക്ഷേ ഹി ആക്ച്വലി കാറ്റഗറൈസ്ഡ്, 3ആയിട്ട് തരം തിരിച്ചു. ഏറ്റവും കൂടുതൽ ശ്രദ്ധ വേണ്ടത് 1, തൊട്ട് പുറകെ ഉള്ളത് 2, പിന്നെ വലിയ പ്രശ്നം ഇല്ലാത്തത് 3. അങ്ങനെ 1, 2, 3 എന്നുള്ള രീതിയിൽ എക്കോ സെൻസിറ്റീവ് സോണുകളായിട്ട് വെസ്റ്റേൺ ഗട്ട്സിനെ മൊത്തത്തിൽ ഇദ്ദേഹം ക്ലാസിഫൈ ചെയ്തു. അതിൽ 1ഉം 2ഉം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുകൂടി ഓർത്തിരിക്കാം. നോ ന്യൂ മൈനിങ്, അദ്ദേഹം പറഞ്ഞു പുതിയതായിട്ട് ഖനനമൊന്നും എങ്ങും അനുവദിക്കത്തില്ല. 1ലും 2ലും ഓൾറെഡി ഉള്ളത് 5 വർഷത്തിൽ അത് നിർത്തിപ്പോയിക്കോണം, പുതിയ അനുമതി കൊടുക്കത്തില്ല. ടോട്ടൽ ഫേസ് ഔട്ട് ഓഫ് മൈനിങ്, അതായത് ഫസ്റ്റ് ഈ എക്കോ സെൻസിറ്റീവ് 1ൽ ടോട്ടലായിട്ട് മൈനിങ് നിർത്തണം, നെക്സ്റ്റ് 5 വർഷം കൊണ്ട് നിർത്തി പൊയ്ക്കോണം എന്നുള്ള രീതിയിലാണ് റിപ്പോർട്ട് വന്നത്. ആൻഡ് ദിസ് വാസ് ആക്ച്വലി ഈ ഒരു റിപ്പോർട്ടിനെ തന്നെ നശിപ്പിക്കാൻ കാര്യമായ ഒരു കാര്യം ഇവിടെ നിൽക്കുന്നത്. മൈനിങ് ലോബീസ് ഒക്കെ ഇതിനെതിരെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് മൈനിങ്ങിനെയൊക്കെ ടോട്ടലായിട്ട് നിർത്തണം അല്ലെങ്കിൽ 5 വർഷത്തിനുള്ളിൽ സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് ഈ എക്കോ സെൻസിറ്റീവ് സോൺ 1ൽ അദ്ദേഹം പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ഈ പവർ ഒരു ഇഷ്യൂ ഉണ്ടാക്കുകയും സാധാരണക്കാരിലേക്ക് ഇവർ വന്ന് കള്ളപ്രചരണങ്ങൾ നടത്തുകയും നമ്മൾ അതിൽ വീണു പോവുകയും ഈ റിപ്പോർട്ടിനെതിരെ എന്ത് ചെയ്യുകയും ചെയ്തു, സമരം ചെയ്യുകയുമാണ് ചെയ്തത്. കെമിക്കൽ പെസ്റ്റിസൈഡ്സ് 8 വർഷത്തിനുള്ളിൽ യൂസ് ചെയ്യുന്നത് നിർത്തണം 1ലും 2ലും. ഇപ്പോൾ ഫാമിംഗ് ഒക്കെ നടത്തുന്നിടത്ത് 1ലും 2ലും ഈ പറയുന്ന കണക്കത്തുള്ള കെമിക്കൽ പെസ്റ്റിസൈഡ്സിന്റെ യൂസ് 8 വർഷം കൊണ്ട് നിർത്തണം എന്നാണ് പറഞ്ഞത്. നോക്കിയേ, പ്ലാസ്റ്റിക് ബാഗ്സിന്റെ യൂസേജ് അടുത്ത 3 വർഷം കൊണ്ട് കൂടുതലും 1ലും 2ലും ആണ്. 3ൽ ഇതെല്ലാം പെർമിസിബിൾ ആണ്, മീൻസ് ഡിഗ്രി കുറച്ച് പെർമിസിബിൾ ആണ്. 3 ഇയേഴ്സിൻ്റെ അകത്ത് പ്ലാസ്റ്റിക് ബാഗ്സിന്റെ യൂസ് കുറയ്ക്കുക. അതുപോലെ തന്നെ കോൾ ബേസ്ഡ് ഇൻഡസ്ട്രി ഉണ്ടല്ലോ, ഈ കോൾ ബേസ്ഡ് ഇൻഡസ്ട്രിയെ നമുക്ക് വേണമെങ്കിൽ റെഡ് ആൻഡ് ഓറഞ്ച് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യാം. റെഡ് ആൻഡ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഡിഗ്രി കൂടുതലാണ്. സോ റെഡ് ആൻഡ് ഓറഞ്ച് ആയിട്ടുള്ള കോൾ ബേസ്ഡ് ആയിട്ടുള്ള ന്യൂ പവർ പ്ലാന്റ്സ് ഒന്നും, പുതിയ പവർ പ്ലാന്റ്സ് ഒന്നും എന്ത് ചെയ്യരുത്, ഈ പുതിയടുത്ത് സ്ഥാപിക്കാൻ അനുമതി കൊടുക്കരുത്. ഉള്ളവർ ഇതുപോലെ തന്നെ ഇത്ര വർഷത്തിനുള്ളിൽ നിർത്തിപ്പോകണം എന്ന് പറയുന്നു. ആൻഡ് ഓൾറെഡി ഉള്ള ആൾക്കാർ സീറോ എമിഷൻ ഇൻഡസ്ട്രീസ് ആയിട്ട് മാറണം. അവരുടെ സാങ്കേതിക വിദ്യകൾ അപ്ഡേറ്റ് ചെയ്ത് അവ സീറോ എമിഷൻ ഇൻഡസ്ട്രീസ് ആയിട്ട് മാറണം. അല്ലാത്തവയൊക്കെ ബാൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കംപ്ലീറ്റ് വെസ്റ്റേൺ ഗട്ട്സും കിടക്കുന്ന 142 താലൂക്കുകളെയും ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ 1, 2, 3 എന്ന് ആ ഡിഗ്രി അനുസരിച്ച് അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നു. ജെനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ക്രോപ്സിനെ കംപ്ലീറ്റ് ബാൻ ചെയ്യും. അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, വളരെ എക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, എൻഡേഞ്ചേർഡ് സ്പീഷീസ് ഉള്ള ഒരു ഏരിയ ആണ്. അവിടുത്തെ GM ക്രോപ്സിനെ കംപ്ലീറ്റ് ആയിട്ട് ബാൻ ചെയ്യുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, ഫോറസ്റ്റ് ലാൻഡിനെ ആക്ച്വലി സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചെയ്തത്. ഗാഡ്ഗിൽ പറഞ്ഞ കാര്യം ഇതാണ്, ഫോറസ്റ്റ് ഏരിയ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന കണക്ക് വനഭൂമിയെ വനേതര ഭൂമിയാക്കാൻ പറ്റില്ല, ഫോറസ്റ്റിനെ നോൺ ഫോറസ്റ്റ് ആക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫാം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്തിനെ ഇനി കൃഷിക്കല്ലാതെ, അതായത് അവിടെ കൃഷി ഉപയോഗിക്കാതെ അല്ലെങ്കിൽ കൃഷി നടത്താതെ ഇടാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അല്ലാതെ സാധാരണക്കാർ ഫാം ചെയ്യുന്നതിനെ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്നതിനെ അദ്ദേഹം എതിർത്തില്ല. അദ്ദേഹം പറഞ്ഞത് കൃഷി ചെയ്തുകൊണ്ടിരുന്നിടം കൃഷി ഇല്ലാതിടാൻ പറ്റത്തില്ല, വനഭൂമിയെ വനേതര ഭൂമിയാക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പറയുന്ന കണക്ക്, അപ്പോൾ ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോറസ്റ്റിനെ നോൺ ഫോറസ്റ്റ് ആക്കാൻ പറ്റില്ല, ഫാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ഫാം ചെയ്യാനല്ലാതെ പ്രൈവറ്റ് യൂസിന് പറ്റില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ബോട്ടം ടു ടോപ്പ് ഗവേണൻസ് കൊണ്ടുവരണമെന്നാണ്. അതായത് ഗ്രാമപഞ്ചായത്തിനാണ് ഇനി ഏറ്റവും വലിയ അധികാരം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത്. സാധാരണ നമ്മൾ എങ്ങനെയാണ്, മുകളിൽ നിന്ന് താഴോട്ടാണ് ഡീസെൻട്രലൈസ് ചെയ്ത് ഈ പവർ വരുന്നത്. പക്ഷെ ഇദ്ദേഹം പറഞ്ഞത് താഴെയിൽ നിന്ന് മുകളിലേക്ക്, അതായത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും കൂടുതൽ അധികാരം കൊടുത്ത് അവർക്ക് കൂടുതൽ പവർ കൊടുത്ത് വേണം വെസ്റ്റേൺ ഗട്ട്സിനെ സംബന്ധിച്ച് നമ്മൾ ഡിസിഷൻസ് എടുക്കാനെന്ന് പറയുന്നു. അതുപോലെ തന്നെ ടൂറിസം ഒക്കെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം ഈ ഏരിയയിൽ നടപ്പിലാക്കാൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ മേജർ റെക്കമെൻഡേഷൻസ് ആണ്. എസ്പെഷ്യലി ഈ മൈനിങ്ങും കോൾ പ്ലാന്റ്സും ഒക്കെ
വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു. അതിൽ തന്നെ ഈ ഫോറസ്റ്റിനെ നോൺ ഫോറസ്റ്റ് ആക്കാനും ഫാമിങ്ങിനെ നോൺ ഫാമിംഗ് ആക്കാനും പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അതിനെ ട്വിസ്റ്റ് ചെയ്താണ് ആൾക്കാരുടെ ഇടയിലോട്ട് കൊണ്ടുവന്നത്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വസ്തു ഇനി വിൽക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ വനഭൂമിയിൽ ഇനി കൃഷി ചെയ്യാൻ പറ്റില്ല. സോ അത്തരത്തിലൊക്കെ ഓൾട്ടർ ചെയ്തിട്ടാണ് സാധാരണ ജനങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഈ റിപ്പോർട്ടിനെ വളച്ചൊടിച്ച് കൊടുത്തത്. ഞാൻ പറയല്ലോ, കുറേ നാൾ കഴിഞ്ഞിട്ടാണ് നമുക്ക് റിപ്പോർട്ട് as such കംപ്ലീറ്റ് അവൈലബിൾ ആയത് പോലും. ഇനി അദ്ദേഹത്തിന് പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ വെസ്റ്റേൺ ഗട്ട്സിന് കംപ്ലീറ്റ് ആയിട്ട് എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് നമ്മൾ പറഞ്ഞതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് എനർജി റിക്വയർമെന്റ്സ് ഉണ്ട്. നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേഷനാണ്, നമുക്ക് ഡെവലപ്മെന്റ് റിക്വയർമെന്റ്സ് ഉണ്ട്. അപ്പം ഈ 6 സംസ്ഥാനങ്ങളുടെയും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നമ്മൾ പിന്നീട് എവിടെ നിന്ന് മീറ്റ് ചെയ്യും? ഇപ്പം നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നാണ് ഈ കോളിൻ്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്, അതുപോലെ തന്നെ മൈനിങ്ങിൻ്റെ ആവശ്യങ്ങൾ. അപ്പം ഈ 6 സ്റ്റേറ്റ്സും പിന്നെ എവിടെ നിന്ന് ഈ റിക്വയർമെന്റ്സ് മീറ്റ് ചെയ്യും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെസ്റ്റേൺ ഗട്ട്സിനെ കംപ്ലീറ്റ് ആയിട്ട് ഇക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ ആക്കേണ്ട കാര്യം ഇല്ല എന്നുള്ളത് ഒരു വലിയ ചർച്ചയ്ക്ക് വിധേയമാവുകയും പിന്നീട് ഈ റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടി കസ്തൂരിരംഗൻ കമ്മിറ്റിയെ കൊണ്ടുവരികയും അവർ ഇതിൽ നിന്ന് കുറച്ച് പെർസെൻറ്റേജ് മാത്രം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താൽ മതി എന്ന് പറയുകയും ചെയ്തു. അതാ പറഞ്ഞത്, എപ്പോഴും ഇതിൽ ഡയല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാക്കിയത് സാൻഡ് മൈൻ ചെയ്യുന്നവർ പ്രശ്നം ഉണ്ടാക്കി, ഫാമേഴ്സ് ഇഷ്യൂസ് ഉണ്ടാക്കി, ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റൂ, കെമിക്കൽ പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, GM ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ അത്തരത്തിൽ ഫാമേഴ്സ് പ്രശ്നം ഉണ്ടാക്കി. ഈവൻ നമുക്ക് ആദ്യം ഇത് പബ്ലിഷ് ചെയ്ത ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, ഈ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്ത് വന്ന വെബ്സൈറ്റ് പിന്നീട് റിമൂവ് ചെയ്ത് കളഞ്ഞു. ശേഷം നമ്മൾ ഈ പറയുന്ന കണക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വിവരാവകാശ നിയമമൊക്കെ പ്രകാരം ഡൽഹി കോർട്ടാണെന്ന് തോന്നുന്നു ഇത് വിധിക്കുന്നതൊക്കെ. സോ വെബ്സൈറ്റ് വരെ റിമൂവ് ചെയ്ത് കളഞ്ഞു. ടോട്ടൽ 522 പേജസ് ആണ് കേട്ടോ. ടോട്ടൽ 522 പേജസ് ആണ് റിപ്പോർട്ടിന്റെ ലെങ്ത്. പവർ ആൻഡ് ഇലക്ട്രിസിറ്റി പ്രോബ്ലംസ് നമുക്ക് വരുമെന്ന് പറഞ്ഞു. ലൈവ്ലിഹുഡിനെ, ഇത് ആ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ ലൈവ്ലിഹുഡിനെ ഇത് അഫക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. സോ ഒരുപാട് ചർച്ചകളിലേക്ക്, അന്നത്തെ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ചൂടേറിയ ചർച്ച വിഷയമായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നീട് ഗാഡ്ഗിൽ റിപ്പോർട്ട് എടുത്തു പറഞ്ഞൊരു കാര്യം, മോണോക്രോപ്പിംഗ് പാടില്ല എന്നുള്ളതാണ്. മോണോക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു വിള മാത്രം ഇങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് ക്യാൻ ആക്ച്വലി അഫക്ട് ദ സ്റ്റെബിലിറ്റി, ദ ഇക്വിലിബ്രിയം, ദ സോയിൽ ഫെർട്ടിലിറ്റി ഓഫ് വെസ്റ്റേൺ ഗട്ട്സ്. സോ മോണോക്രോപ്പിംഗ് പാടില്ല എന്ന് പറഞ്ഞു. അഗ്രികൾച്ചർ ലാൻഡിനെ നോൺ അഗ്രികൾച്ചർ ലാൻഡ് ആക്കി മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ ഫാമിംഗ് ലാൻഡിനെ നോൺ ഫാമിംഗ് ആക്കി മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. ഇത് വലിയ ചർച്ചകൾക്ക് വിധേയമായി. കാര്യം അഗ്രികൾച്ചർ ലാൻഡിനെ പിന്നെ നമുക്കൊരു പ്രൈവറ്റ് യൂസിന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുകൂടി ഇതിൽ ഇംപ്ലിക്കേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് ആൾക്കാർ നന്നായിട്ട് ഇതിനെ എതിർത്തു. പക്ഷേ ആലോചിക്കുക, ഗാഡ്ഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദിസ് ഈസ് ജസ്റ്റ് എ റെക്കമെൻഡേഷൻ. നിങ്ങൾ നിങ്ങളുടെ അതായത് നേറ്റീവ് ലാംഗ്വേജിലോട്ട് ഈ റിപ്പോർട്ട് തർജ്ജമ ചെയ്യുക, സംസാരിക്കുക, എന്നിട്ട് ഡിസിഷൻസ് എടുക്കുക. അതായത് സ്റ്റേറ്റുകൾ ഡിസിഷൻസ് എടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഒന്നും ഉണ്ടായില്ല, പൂർണ്ണമായിട്ട് തിരസ്കരിക്കുകയാണ് ഉണ്ടായത്. പിന്നെ യൂക്കാലിപ്റ്റസ് തുടങ്ങിയ മരങ്ങൾ അത് നട്ട് വളർത്തരുതെന്ന് പറയുന്നു. കംപ്ലീറ്റ് ഓർഗാനിക് ഫാമിങ്ങിലോട്ട് നമ്മൾ മാറണം, വെസ്റ്റേൺ ഗട്ട്സിലുള്ള ഫാമേഴ്സ് മാറണമെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ഇത് എല്ലാവരിലും എത്തിച്ച് ചർച്ച ചെയ്ത് നിങ്ങൾ തന്നെ ഇൻ ബിറ്റ്വീൻ ഒരു ഡിസിഷൻ എടുക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഉണ്ടായതെല്ലാം എന്ത് മാത്രമായിരുന്നു? പ്രൊട്ടസ്റ്റുകൾ മാത്രമായിരുന്നു. ദെൻ എന്തൊക്കെയാണ് ഗാഡ്ഗിൽ കമ്മിറ്റിക്ക് നേരെ വന്ന കൊടിയ വിമർശനങ്ങൾ? അപ്പം നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്റെ എസ്സേ എഴുതുന്നവരെ സംബന്ധിച്ച് നമ്മുടെ ഒരു പാരഗ്രാഫ്, ആ ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫിന് തൊട്ട് മുൻപിൽ വരേണ്ട കാര്യമാണ്. ഒന്ന്, എൻവയോൺമെന്റിനെ മാത്രം, പരിസ്ഥിതിയെ മാത്രം പ്രൊട്ടക്റ്റ് ചെയ്തു, അവിടുത്തെ മനുഷ്യരെയും ഈ പറയുന്ന എത്നിസിറ്റിയെയും കൾച്ചറിനെയും അതുപോലെ തന്നെ അവരുടെ ലൈവ്ലിഹുഡിനെയും റെസ്പെക്ട് ചെയ്തില്ല എന്നൊരു വലിയ സ്ട്രോങ് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. എൻവയോൺമെന്റ് ഫോക്കസ്ഡ് മാത്രമായിരുന്നു ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഡയറക്റ്റ് സാമ്പിൾ സെലക്ഷൻ വളരെ കുറവായിരുന്നു. ഇപ്പം അതിരപ്പള്ളി തുടങ്ങിയ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് പോയിട്ട് നേരിട്ട് പഠിച്ചത്. ബാക്കി മൊത്തവും ആക്ച്വലി ഈ കമ്മിറ്റി പഠിച്ചതെന്ന് പറഞ്ഞാൽ അല്ലാതെ റെഫർ ചെയ്തും വായിച്ചും ഒക്കെയാണ് ഇവർ റിപ്പോർട്ട് എഴുതിയതെന്ന് പറഞ്ഞ ഒരു സ്ട്രോങ് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതൽ അവർ റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തതെന്ന് പിന്നീട് നമുക്ക് പല ഇൻ്റർവ്യൂസിലും ഒക്കെ ഗാഡ്ഗിലിൻ്റെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവർക്ക് നേരെ വന്ന വലിയ വിമർശനമാണ് ഡയറക്റ്റ് സാമ്പിൾ സെലക്ഷൻ കുറവായിരുന്നു എന്നുള്ളതാണ്. അവർ അതിരപ്പള്ളി പോലെ കുറച്ച് സൈറ്റ്സിൽ മാത്രമാണ് പോയി ഈ പറയുന്ന കണക്ക് സെലക്ഷൻ നടത്തിയെന്ന് പറയുന്നു. നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം,
ഇതിനെപ്പറ്റി കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഒരു സൈറ്റിലും പോയതല്ല, ഇതിനെപ്പറ്റി പഠിച്ചൊരു റിപ്പോർട്ടാണ് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ മുഖം തിരിച്ചു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് ആയിട്ടാണ് ഇത് ചെയ്തത്. അത് മീൻസ് ആ ഗ്രൂപ്പുകൾ തന്നെയാണ് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന 2 കമ്മിറ്റിയെ നമുക്ക് പറയാം. അതുപോലെ തന്നെ 2013, അപ്പം ഇതിന് ശേഷമാണ് ഒരു ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ്, ഈ ഒരു റിപ്പോർട്ടിനെ പറ്റി പഠിക്കാൻ ഒരു ഹൈ ലെവൽ വർക്കിംഗ് ഗ്രൂപ്പ് കൂടുന്നു, അല്ലെങ്കിൽ അതിനെ ഫോം ചെയ്യുന്നു. അതുപ്രകാരം 2013 കസ്തൂരിരംഗൻ ചെയർ ആയിട്ടുള്ള കസ്തൂരിരംഗൻ റിപ്പോർട്ട് വരുന്നു, വിച്ച് ഇസ് ആക്ച്വലി ഡയല്യൂട്ടഡ്. ഈ വേണ്ടുന്ന എല്ലാ പ്രൊവിഷൻസും കുറേശ്ശെ അനുവദിച്ച് കൊടുക്കുന്ന ഒരു റിപ്പോർട്ടാണ്. കുറച്ച് ഭാഗത്ത് മൈൻഡ് ചെയ്യാം. ഇതിൽ 33% മാത്രമേ ഉള്ളൂ എക്കോളജിക്കലി സെൻസിറ്റീവ് സോൺ, ബാക്കിയെല്ലാം നമുക്ക് സാധാരണ പോലെ ജീവിക്കാവുന്ന സ്ഥലങ്ങളാണ് എന്നൊക്കെ പറയുന്ന റിപ്പോർട്ടാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട്. 37% മാത്രമേ ഉള്ളൂ, 33 അല്ല 37% മാത്രമേ ഉള്ളൂ എക്കോ സെൻസിറ്റീവ്. ഒന്ന് ആലോചിച്ച് നോക്കണം, 100% എക്കോ സെൻസിറ്റീവ് ആണ് എന്ന് പറഞ്ഞാൽ 3 ഡിവൈഡ് ചെയ്ത ആ ഒരു ഭൂമിയിൽ നിന്ന് 37% മാത്രം നമ്മൾ കൺസേർവ് ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അതിൽ വന്നൊരു വ്യത്യാസമുണ്ട്, ഒരു ഡൈല്യൂഷൻ ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ടൗൺഷിപ്പ് ഒക്കെ നടത്താം, ആകാം, ഈ പറയുന്ന പുതിയ എല്ലാം കൊണ്ടുവരാം എന്നുള്ളത് പറയുന്നു. പക്ഷെ ഗാഡ്ഗിൽ പറഞ്ഞത് എക്കോ സെൻസിറ്റീവ് 3 നമുക്ക് എല്ലാം ന്യൂ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ വലിയ പ്രശ്നമില്ല. പക്ഷെ 1ലും 2ലും ഉള്ളവർ പോലും ഇത്ര വർഷത്തിനുള്ളിൽ ഒഴിഞ്ഞു പോകണം, അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. മൂവിങ് ഫോർവേഡ്, അത്യാവശ്യം കാര്യങ്ങൾ വേണമെങ്കിൽ ഒന്ന് വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുക്കുകയോ ഒന്നുകൂടെ കേൾക്കുകയോ ചെയ്യാം. റെപ്പറ്റീഷൻ ആയാലും ബുദ്ധിമുട്ടാകുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഒന്നുകൂടെ സ്ട്രെസ് ചെയ്ത് പറയാത്തത്. ഇനി എന്താണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് റെക്കമെൻഡ് ചെയ്തത്? അപ്പൊ ഇയറൊക്കെ നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ തന്നെ പറയുന്നുണ്ട്. കസ്തൂരിരംഗൻ റിപ്പോർട്ട് റെക്കമെൻഡ് ചെയ്തത് ഈ വെസ്റ്റേൺ ഗട്ട്സിന്റെ 37% ഏരിയ മാത്രമേ എന്തുള്ളൂ, എക്കോ സെൻസിറ്റീവ് ഏരിയ ആയിട്ടുള്ളൂ. എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും സംരക്ഷിക്കേണ്ട ഏരിയ എത്രയേ ഉള്ളൂ, 37% മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. Around 60% of the area of Western Ghats is categorized as cultural landscape. ബാക്കി 60% നമുക്ക് കൃഷി ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് ജോലി എടുക്കാവുന്ന കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ആണ്. അവിടെ ഹ്യൂമൻസിന് സെറ്റിൽ ചെയ്യാം, പ്ലാന്റേഷൻസ് വരാം, അഗ്രികൾച്ചർ വരാം, എല്ലാ മനുഷ്യ നിർമ്മിതമായ ആക്ടിവിറ്റീസും അല്ലെങ്കിൽ മനുഷ്യന്റെ എല്ലാ ആക്ടിവിറ്റീസിനും അവിടെ സാധ്യമാകുന്ന കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ആണ് ബാക്കി 60% എന്നാണ് പറഞ്ഞത്. സോ ബാക്കി 60% കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ആണ്. 37% മാത്രമേ ഉള്ളൂ എന്ത്, വെസ്റ്റേൺ ഗട്ട്സിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയ എന്നാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് പറയുന്നത്. റിമൈനിങ് ഏരിയ ഏതാണ്ട് 60,000 സ്ക്വയർ ബഹുഭൂരിപക്ഷവും കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ആയിട്ട് അങ്ങ് മാറ്റി. അതുകൂടി നിങ്ങൾ ഓർത്തിരിക്കണം, ബഹുഭൂരിപക്ഷവും കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് ആയിട്ട് മാറ്റി. അതിനെ പിന്നീട് അത് കഴിഞ്ഞിട്ടുള്ള സ്ഥലങ്ങളെ, അതായത് നിങ്ങൾക്കറിയാം 60% കൾച്ചറൽ ലാൻഡ്സ്കേപ്പും ആയി, 37% എന്ന് പറയുന്നത് എന്തായി, ഈ പറയുന്ന എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയയായി. ബാക്കി സ്ഥലത്തിനെ നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നു, അത് ബയോളജിക്കലി ഡൈവേഴ്സ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നു. കസ്തൂരിരംഗൻ റിപ്പോർട്ട് ആക്ച്വലി എന്തിനെയൊക്കെ ഇത് ചെയ്തു, ബാൻ ചെയ്യാൻ പറഞ്ഞു. മൈൻ ചെയ്യുന്നത് ആ ഏരിയയിൽ നടപ്പിലാക്കരുത് എന്ന് പറഞ്ഞു. ക്വാറിയിങ് നടപ്പിലാക്കരുത്. തെർമൽ പവർ പ്ലാന്റ്സ്, ടൗൺഷിപ്പ് പ്രോജക്ട്സ് എല്ലാം നടപ്പിലാക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നു. അതുപോലെ തന്നെ റെഡ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര, ഞാൻ പറഞ്ഞു റെഡ് ആൻഡ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല ത്രെറ്റ് പോസ് ചെയ്യുന്ന ഏരിയാസ് ആണ്. സോ ബാനിങ്ങിനെ, മൈനിങ്ങിനെ, ക്വാറിയിങ്ങിനെ, തെർമൽ പവർ പ്ലാന്റ്സിനെ, ടൗൺഷിപ്പ് പ്രോജക്ട്സിനെ, അതുപോലെ തന്നെ റെഡ് ഇൻഡസ്ട്രീസിനെ. ഇപ്പോൾ ഓറഞ്ച് ആൻഡ് റെഡ് ഇൻഡസ്ട്രീസിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമ്പാക്റ്റ് ഉള്ള ഇൻഡസ്ട്രീസ് ആണ്. അവരെ ഒന്നും ഇക്കോ സെൻസിറ്റീവ് ഏരിയയിൽ ബാൻ ചെയ്യണം, അവരൊന്നും പ്രവർത്തിക്കാൻ അനുമതി കൊടുക്കരുതെന്ന് ആര് പറയുന്നു, കസ്തൂരിരംഗൻ റിപ്പോർട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതിലൊക്കെ എത്രമാത്രം നടന്നു ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട കാര്യങ്ങളാണ്. ഇൻ ദ കേസ് ഓഫ് ഓൺഗോയിങ് മൈനിങ് ഓപ്പറേഷൻസ്, ഇപ്പോൾ ഓൾറെഡി മൈനിങ് നടക്കുന്നുണ്ടെങ്കിൽ അത് അടുത്ത 5 വർഷത്തിനിടെ സ്റ്റോപ്പ് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ അവയുടെ ലീസ് തീരുന്ന പക്ഷം ഏതാണ് ആദ്യം, അത് എന്താ, ഇപ്പോൾ ഒന്നുകിൽ പെട്ടെന്ന് ലീസ് തീരുന്നവയാണെങ്കിൽ അതിനുശേഷം പുതുക്കി കൊടുക്കരുതെന്നും, അല്ലാത്തവയാണെങ്കിൽ 5 വർഷത്തിന് ശേഷം തുടരാൻ സമ്മതിക്കരുതെന്നും പറയുന്നു. ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്ട്സ് എന്നൊക്കെ പറയുന്നത് എന്താ, 30% ഇക്കോളജിക്കൽ ഫ്ലോ ഉള്ള സ്ഥലങ്ങളിൽ അപ്പം കംപ്ലീറ്റ് റെസ്ട്രിക്ഷൻസ് ആണ് കൊണ്ടുവരുന്നത്. ഇതിൽ നിന്ന് ഇഷ്ടപ്പെട്ടല്ല
പ്രാധാന്യം അർഹിക്കുന്നതിൽ നിന്ന് ടോപ്പായിട്ടുള്ള ഒരു 5 എടുത്ത് പഠിക്കുക. രണ്ടിൻ്റെയും നമുക്ക് എഴുതാൻ വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് വേണം എസ്സേക്ക് പോവാൻ. അതുപോലെ തന്നെ ഒരു ക്യുമുലേറ്റീവ് ഇമ്പാക്റ്റ് അസസ്മെന്റ് നടത്തണം ഹൈഡ്രോ പവർ പ്രോജക്ട്സ് കൊണ്ടുവരുന്നതിന് മുൻപ് എന്നൊക്കെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പറയുന്നുണ്ട്. പിന്നെ ഓറഞ്ച് കാറ്റഗറീസിലൊക്കെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം, എൻവയോൺമെന്റ് ഡാമേജ് മാക്സിമം മിനിമം കുറയ്ക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ എക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ടൂറിസം 2 റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇക്കോളജിക്ക് പ്രശ്നം വരാത്ത ഒരു ടൂറിസത്തെ മാത്രമേ നമ്മൾ പ്രൊമോട്ട് ചെയ്യാവൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിൻ്റെ കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നു. അതുപോലെ തന്നെ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് വേണം. അതായത് മാക്സിമം ഇക്കോളജിക്ക് പ്രശ്നം സംഭവിക്കാത്ത രീതിയിൽ വേണം ഇതൊക്കെ നടപ്പിലാക്കേണ്ടതെന്ന് പറയുന്നു. പക്ഷേ എവിടെയാണ് ഗാഡ്ഗിലും ഈ പറയുന്ന കണക്കത്തെ നമ്മുടെ കസ്തൂരിരംഗൻ റിപ്പോർട്ടും തമ്മിലൊരു വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ അവർ ഐഡന്റിഫൈ ചെയ്യുന്ന ഏരിയാസിലാണ്. ഗാഡ്ഗിൽ ഈ പറയുന്ന കംപ്ലീറ്റ് സോണിനെ ഇക്കോളജിക്കൽ സെൻസിറ്റീവ് സോൺ 1, 2, 3 എന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ നമ്മുടെ ആരാണ് കസ്തൂരിരംഗൻ റിപ്പോർട്ട് അതിൽ 37% മാത്രമാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പം റെസ്റ്റ് എന്ന് പറയുന്നത് വൾണറബിൾ ആയിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ ഫ്ലഡിൻ്റെ സമയത്ത് കണ്ട കാര്യങ്ങളാണ്. ഇനി 6 സംസ്ഥാനങ്ങളിലും ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് നടന്നു എന്ന് നമ്മൾ പറയുന്നു. ബിക്കോസ് ലൈവ്ലിഹുഡിനെ ഈ പറയുന്ന നമുക്ക് ഡെവലപ്മെന്റിനെ നമ്മുടെ ആ ഒരു നിത്യജീവിതത്തെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉണ്ട്. പിന്നെ കുറച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്തു. പക്ഷേ തമിഴ്നാട്ടിലെ നീലഗിരി ഡിസ്ട്രിക്റ്റിലൊക്കെ JCB കൊണ്ടുള്ള പ്രവർത്തനങ്ങളും കുറച്ചൊക്കെ അവരതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കാം. ദെൻ അടുത്ത വരുന്ന വലിയൊരു ക്വസ്റ്റ്യൻ ആണ് മുല്ലപ്പെരിയാർ ഡാം. നമ്മൾ ഈ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തല്ല, ആക്ച്വലി സെപ്പറേറ്റ് ഒരു ക്ലാസ് ആയിട്ട് തന്നെ എടുക്കേണ്ടതാണ്. മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയുള്ള ഒരുപാട് ഭീതികൾ, ഒരുപാട് സംശയങ്ങൾ, അതിൻ്റെ 50 വർഷത്തേക്ക് മാത്രം പണിത എഞ്ചിനീയർ ഉറപ്പ് കൊടുത്ത ഒരു ഡാം 150 വർഷം പിന്നിലോട്ട് അടുക്കുമ്പോൾ 126, 128 വർഷങ്ങളിലേക്ക് അടുക്കുമ്പം സ്വാഭാവികമായിട്ടും നമുക്കുണ്ടാവുന്ന ആകുലതകൾ ചെറുതല്ല. അത് മാത്രമല്ല, കേരളത്തിൻ്റെ മാറിയ കാലാവസ്ഥയ്ക്ക് മഴ കുത്തനെ പെയ്യാൻ തുടങ്ങുന്ന ഒരു കാലാവസ്ഥയിലും അതുപോലെ തന്നെ ഗൂഗിൾ ഷീറ്റിൽ ഉൾപ്പെടെ ഇപ്പം നമ്മളതിൻ്റെ ബെൻഡ് ഉണ്ട് എന്നും ഇല്ലാന്നും പറയുന്നുണ്ട്. ബെൻഡ് അതിൽ ആർട്ടിഫിഷ്യലായിട്ട് വന്നതല്ല, അത് ചേർത്തപ്പോൾ സംഭവിച്ചതാണെന്നും അതല്ല യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാറിൽ ബെൻഡ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടാവും. സോ ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ താഴോട്ടുള്ള 6 ജില്ലകൾ ഒന്നിച്ചൊലിച്ചു പോകുമെന്നും തിരുവനന്തപുരം, കണ്ണൂർ, അതുപോലെ തന്നെ തിരുവനന്തപുരം, കൊല്ലംകാർ നിങ്ങൾക്കറിയാം, നമ്മൾ എപ്പോഴായാലും ഒരു ഡാം ബ്രേക്ക് ആയിക്കഴിഞ്ഞാൽ ആ ഡാമിൻ്റെ വെള്ളം മാത്രമല്ല ആ ഫോഴ്സ്, അതുപോലെ തന്നെ ആ ബിൽഡിങ്, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടിയായിരിക്കും നിലം പൊത്തുന്നത്. അത് മാത്രവുമല്ല, ഒരു ഡാം പൊട്ടുകയാണെന്ന് അറിഞ്ഞാൽ ആൾക്കാർ ട്രാൻസ്പോർട്ടേഷനിൽ പെട്ടെന്ന് രക്ഷപ്പെടാനുള്ള സാധ്യതയും അതുമൂലം റോഡുകളിലൊക്കെ ഭയങ്കര ട്രാഫിക്കും പ്രശ്നങ്ങളുമായിട്ട് മരിച്ചവരാണ് കൂടുതലെന്നും ചരിത്രം രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡിസാസ്റ്ററിനെ മുന്നിൽ കാണാതിരിക്കാൻ വയ്യ. അതുമായിട്ട് റിലേറ്റ് ചെയ്ത മറ്റൊരു കാര്യമാണ്, അത്തരത്തിലൊരു ഡാം ബ്രേക്കേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ച് എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? ഈ കടലിലോട്ട് പോകുന്ന വെള്ളം തിരിച്ച് സുനാമി പോലൊക്കെ നമ്മൾ പലയിടത്തെയും ഈ പറയുന്ന ഡാമിൻ്റെ ബ്രേക്കേജിൽ കണ്ടിട്ടുണ്ട്. പോകുന്ന വെള്ളം തിരിച്ച് കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലോട്ടൊക്കെ തിരിച്ച് സുനാമിയായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കേരളത്തിനെ കംപ്ലീറ്റ് നശിപ്പിക്കുന്ന ഒരു ആസ്പെക്റ്റിലോട്ട് പോകാൻ സാധ്യതയുള്ള ഒരു പൊട്ടൻഷ്യൽ ത്രെറ്റ് ആയിട്ടൊക്കെ മുല്ലപ്പെരിയാറിനെ പറയുന്നുണ്ട്. ഇപ്പോഴും നമ്മുടെ വാർത്തകളിൽ സുപ്രീം കോടതി പുനഃപരിശോധിക്കുന്നു ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇപ്പോൾ 999 വർഷത്തെ കരാർ എന്ന് പറയുന്നത് ഒരു വലിയ ട്രാപ്പായിരുന്നുവെന്നും ഇനി ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം ഒരു ഓൾട്ടർനേറ്റീവ് ഡാം നമ്മൾ പറയുവാണെങ്കിൽ അത് ഈ പറയുന്ന 2 കക്ഷികളും തമിഴ്നാട് സമ്മതിച്ചാൽ മാത്രമേ അത് നടക്കൂ. നടന്നാലും അത് ഈ പറയുന്ന കണക്ക് 999 വർഷത്തെ കരാർ അവർക്ക് വെക്കാൻ പറ്റില്ല. അതിൽ അവർക്ക് എന്തുമാത്രം താല്പര്യം ഉണ്ട് എന്നും ഒക്കെ ഉള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. അവരുടെ തേനി ഭാഗത്തേക്കൊക്കെ ഉള്ള കംപ്ലീറ്റ് ആ ഒരു ഇറിഗേഷൻ ഫെസിലിറ്റീസ് പോകുന്നത് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നാണ് നമുക്കറിയാം. ഈ അടുത്തെന്ന് പറയുമ്പോൾ നമ്മൾ ആ ഹിസ്റ്ററി കമ്പയർ ചെയ്യുമ്പം അവരുടെ പവർ പ്രോജക്ട്സും നിലനിൽക്കുന്നത്, അവർക്ക് വെളിച്ചം, ഇലക്ട്രിസിറ്റി ജനറേഷൻ, ഇറിഗേഷൻ എല്ലാം നിലനിൽക്കുന്നത് മുല്ലപ്പെരിയാർ കൊണ്ടാണ്. സോ അവരെന്തുമാത്രം അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത് വരും എന്നുള്ളത്, എറണാകുളത്തുള്ള പലരും വളരെ ഭീതിയിലാണ്. എറണാകുളം കംപ്ലീറ്റ് പോകുമെന്നാണ് പറയുന്നത്. സോ അത്തരത്തിലുള്ള ഒരു പക്ഷേ അനാവശ്യമായ ഭീതികൾ നമുക്ക് വേണ്ട. നമ്മൾ ഈ ഒരു ഫ്ലഡും അതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള ഉരുൾപൊട്ടലും ഒക്കെ കഴിഞ്ഞ്
നമുക്ക് വരുന്ന ആദികളുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നത് എങ്കിൽ പോലും അതിൻ്റെ പ്രിമൈസസും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഹിസ്റ്ററി ഉണ്ട്, മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഹിസ്റ്ററി ഉണ്ട്, എന്തുകൊണ്ട് മുല്ലപ്പെരിയാർ എന്ന പേര് പോലും വന്നു എന്ന് കൗതുകപരമായ കഥകളുണ്ട്. മറ്റൊരു എസ്സെ ടോപ്പിക്സിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ മുല്ലപ്പെരിയാറിൽ ബെൻഡ് ഉണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നവർ, സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട് എങ്കിൽ മറന്നു പോകരുതാത്ത പോയിന്റ്സ് ആണ്. ഹൈഡ്രോഡൈനാമിക്സ് എന്താണെന്ന് ആ എസ്സേയിൽ എഴുതണം. അതുപോലെ തന്നെ ഒരു ഡാമിൻ്റെ ഫേസ് എപ്പോഴും ഡ്രൈ ആയിട്ട് കിടക്കണമെന്നാണ് പറയുന്നത്. മുല്ലപ്പെരിയാറിൻ്റെ ഫേസ് ചതുപ്പ് പോലാണ് ഇപ്പോൾ കിടക്കുന്നത്, വിച്ച് ആക്ച്വലി ഷോസ് എന്താ ആ ഡാമിൻ്റെ കെൽപ്പില്ലായ്മയാണ് കാണിക്കുന്നത്. സുർക്കി പോലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് അന്നത്തെ കാലത്ത് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, നമ്മുടെ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിനെക്കാട്ടിലും 1/6 സ്ട്രെങ്ത് കുറവാണ് സുർക്കിക്ക്. സോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ദെൻ അതുപോലെ തന്നെ അത് 1/6 സ്ട്രെങ്ത് കുറവാണെന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ചർച്ചകൾ നടക്കേണ്ട കാര്യങ്ങളുണ്ട്. 1/9, അതായത് ഇമീഡിയറ്റ്ലി ഡീകമ്മീഷൻ ചെയ്യേണ്ട ലോകത്തിലെ തന്നെ 1/300 ഡാംസിലൊന്നാണ്. ഏഷ്യൻ സൊസൈറ്റിയിലെ 1/9 ഡാമാണ്, 9-1. ഇമീഡിയറ്റ് ആയിട്ട് ഡീകമ്മീഷൻ ചെയ്യേണ്ട 9-1 ഡാമുകളിൽ ഒന്നാണ് മുല്ലപ്പെരിയാർ എന്ന് പല സർവേകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുകൂടി അറിയുക. സോ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ലിബിയൻ ഡാം ഈ അടുത്ത് ഡെർണ ഡാം എന്ന് പറയുന്ന കൊടുങ്കാറ്റിൽ ഡെർണ ഡാം തകർന്നപ്പം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കണ്ട കാര്യമാണ്. സോ നമുക്ക് അങ്ങോട്ട് ഇതിനെ മറക്കാൻ പറ്റില്ല. കാര്യം ഈ പറയുന്ന മുല്ലപ്പെരിയാറിൻ്റെ ഇമ്പാക്റ്റിൻ്റെ 100-1 അല്ലെങ്കിൽ 26-1 എന്നൊക്കെ പോലും ഡെർണയ്ക്ക് കപ്പാസിറ്റി ഇല്ലായിരുന്നു. പക്ഷേ ഡെർണ വിതച്ച നാശനഷ്ടം, ലിബിയയിലെ ഡാമാണ്, അത് വിതച്ച നാശനഷ്ടം നമ്മൾ കണ്ടതാണ്. സോ നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്തരം കാര്യങ്ങളൊക്കെ എഴുതാം. അതുപോലെ തന്നെ 2/5 ഓഫ് മുല്ലപ്പെരിയാറിൻ്റെ കപ്പാസിറ്റിയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഗൂഗിൾ എർത്തിൽ നമ്മൾ കണ്ട ബെൻഡിനെ പറ്റി, അതിൻ്റെ സത്യാവസ്ഥയെ പറ്റി ആക്ച്വലി അത് അങ്ങനെ ടെക്നിക്കൽ എറർ ആണെന്ന് പറയുന്നു. അല്ല എങ്കിൽ നമ്മൾ എന്തുകൊണ്ട് മടിച്ചു നിൽക്കുന്നു എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. ഡാം റിപ്പയറിങ്, ഇപ്പം ഒരു പ്രശ്നം, നമ്മുടെ ഡാമിൻ്റെ സ്ട്രെങ്ത് കുറവാണ് എന്ന് കണ്ടെത്തുകയും അതുപോലെ തന്നെ അത് പുതുക്കി പണിയണം തുടങ്ങിയ കോടതിയിൽ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ കോടതി ഇതെല്ലാം തമിഴ്നാട് ചെയ്തോളാം, അവർ പെട്ടെന്നാണ് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കിയതും. അപ്പോൾ ഡാം റിപ്പയറിങ്ങും കോൺക്രീറ്റ് മാപ്പിങ്ങും ഒക്കെ നടന്നിട്ടുണ്ട്. അത് എന്തുമാത്രം ഇഫക്റ്റീവ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം. കാര്യം ലോകത്തിലെങ്ങും ഒരു ഡാം രണ്ടാമത് പുതുക്കി പണിത് സ്ട്രെങ്ത് ചെയ്ത 50 വർഷം പിന്നീട് ഒരു ഡാം സ്ട്രെങ്ത് ചെയ്ത ചരിത്രമില്ല. ആ ചരിത്രം നമ്മുടേതാണ്. അതിന് നമ്മൾ വില കൊടുക്കേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരിടത്ത് ജീവനും മറ്റൊരിടത്ത് ഈ പറയുന്ന ഇറിഗേഷനും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയും, നമുക്ക് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനു തന്നെ കൊടുക്കണം, ജീവിതങ്ങൾക്ക് തന്നെ കൊടുക്കണം എന്നുള്ളതാണ് ആക്ച്വലി നമ്മൾ ഈ പറയേണ്ട ഒരു മാനുഷിക മൂല്യം എന്ന് പറയുന്നത്. സോ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അതിനെപ്പറ്റി എന്ത് ചോദിച്ചാലും നന്നായിട്ട് എഴുതാനും, എൻവയോൺമെൻറ്റിനെ പറ്റി എന്ത് ചോദിച്ചാലും ഗാഡ്ഗിൽ കമ്മിറ്റിയെ പറ്റി എഴുതാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ ഫൈനൽ റൗണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, ധാരാളം വായിക്കുക. എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്യുന്നത് വരെയും നമുക്ക് സമാധാനമുണ്ട് അല്ലേ? നമുക്ക് കുറച്ച് ഡിസ്ക്രിപ്റ്റീവിന് വായിക്കാനും വർക്ക് ചെയ്യാനും ഒക്കെ പറ്റും. പിന്നീട് നിങ്ങളുടെ പ്രിലിംസിന് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഹു വാസ് ദി എഞ്ചിനീയർ ബിഹൈൻഡ് മുല്ലപ്പെരിയാർ ഡാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇറ്റ് വാസ് ജോൺ പെനിക്വിക്ക്. ഈ പേര് നിങ്ങൾ മറക്കരുത്. കാരണം എന്താണ്, ഒരു ഘട്ടം വന്നപ്പോൾ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഹിസ്റ്ററി നമുക്ക് ഒരുപാട് പറയാനുണ്ട്. എങ്ങനെ ഇവിടുത്തെ വെള്ളം പെരിയാർ അത്തരത്തിലുള്ള ഒരുപാട് കഥ നമുക്ക് പറയാനുണ്ട്. പക്ഷേ വൺസ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിക്കഴിഞ്ഞപ്പം ഫണ്ട് ധാരാളമായിട്ട് ആവശ്യമായിരുന്നു. പകുതി വെച്ച് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വെള്ളം കൊണ്ടൊക്കെ ഇത് മുറിഞ്ഞു പോവുകയും ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എന്ത് ചെയ്തു, നിർത്തിവെക്കുകയും ചെയ്തെങ്കിലും മുല്ലപ്പെരിയാർ ഡാമിനെ സാധ്യമാക്കിയ അതിൻ്റെ എഞ്ചിനീയറിൻ്റെ പേരാണ് ജോൺ പെനിക്വിക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സമ്പത്ത് പോലും ഉപയോഗിച്ച് ഈ ഡാം പണിതു എന്നുള്ളതാണ് ചരിത്രം. അതുകൊണ്ട് തന്നെ ഈ പേര് മറന്നു പോകാതെ സൂക്ഷിക്കേണ്ട പേരുകളിലൊന്നാണ്. സോ ഇത്രയുമാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ എസ്സേ ടോപ്പിക്സ്. നമ്മൾ കംപ്ലീറ്റ് റിവിഷനും കാര്യങ്ങളും ഒക്കെ ഒരുവിധം ആവുന്നു, ടോപ്പിക്സ് എല്ലാം കവേർഡ് ആവുന്നു. ഏറ്റവും സാധ്യതയുള്ള കുറച്ച് ടോപ്പിക്സ് ഒന്ന് സംസാരിച്ചു പോകുന്നേ ഉള്ളൂ. ഡിഗ്രി ലെവൽ പ്രിലിംസിനും മെയിൻസിനും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഇത് കാണാം, ഇതിൽ നിന്ന് പോയിന്റ്സ് എഴുതിയെടുക്കാം. ഓക്കെ, സോ ഹാപ്പി ലേണിംഗ്. താങ്ക് യു.